സല്യൂട്ട് ഭാരതിൽ നമ്മുടെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാർ, നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ നോക്കുമ്പോൾ സാർ BJPയുടെ പ്ലാനൊക്കെ അതിഗംഭീരമായിട്ടാണ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സാർ, പ്രാദേശിക പാർട്ടികളൊക്കെ തന്നെ ആകപ്പാടെ പൊളിച്ച്, നമ്മൾ നാടൻ ഭാഷയിൽ പൊളിച്ചടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സാർ, ഏറ്റവും അടുത്ത് തന്നെ ഒരു ലോക്സഭാ സമ്മേളനം ഉണ്ടാകുമോ? ഈ മണ്ഡല പുനർനിർണയവും സ്ത്രീകളുടെ സീറ്റ് സംവരണവും എന്ത് തോന്നുന്നു സാർ? എനിക്ക് തോന്നുന്നു അയ്യപ്പദാസ് അതിനകത്ത് മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഒരു ഈ BJPയുടെ ഒരു ടാർഗറ്റിന്റെ ഒരു ഗൗരവം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇപ്പോ നമ്മളിപ്പോ സാധാരണ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ജനായത്ത സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യകരമായ ലക്ഷണം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രതിപക്ഷം എന്നുള്ളതാണ്. അത് ഭരണകക്ഷി പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഭരണകക്ഷിയുടെ ആവശ്യമാണ് ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനായത്ത സംവിധാനത്തെ നമ്മൾ ഒന്ന് വിലയിരുത്താൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ജനാധിപത്യം അല്ലെങ്കിൽ ജനായത്ത സംവിധാനം വളരെ ദുർബലമായി പോയി എന്ന് പറയേണ്ടി വരും. കാര്യം അത്ര ദുർബലമായിരിക്കുന്നു നമ്മളുടെ പ്രതിപക്ഷം. ആ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധി വ്യക്തി എന്ന് പറയുന്നത് ഒരു നേതാവാകുന്നത് ചില നിലപാടുകളുടെയും ചില സമീപനങ്ങളുടെയും അതിന്റെ ബലവും വ്യക്തതയും കൊണ്ടായിരിക്കും. അത് ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യക്തി നേതാവായി മാറുന്നത്. അയ്യപ്പദാസ് എന്ന് പറയൂ, എന്താണ് ഈ രാഹുൽ ഗാന്ധി ആ രീതിയിൽ നമ്മളോട് സംവദിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ? ഒരിക്കലും അല്ല സാർ, ഒരിക്കലും ആ പറയുന്ന ഒരു ക്വാളിറ്റി ഇല്ല. ഓട്ടെ, ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പം? ഇന്ത്യയെ കുറിച്ചിട്ട്, ഇന്ത്യൻ യുവതയെ കുറിച്ചിട്ട് അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്? ഒരു 10 വർഷം കഴിഞ്ഞുള്ള ഇന്ത്യയെ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് കാണുന്നത്? പോട്ടെ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ത്യയെ BJP സർക്കാരിന് ബദലായിട്ടുള്ള ഒരു ഗവൺമെന്റിലെ ആ ഗവൺമെന്റിലെ ഏതൊക്കെയാണ് ഏത് ദിശയിലുള്ള ഒരു സർക്കാരിനെയാണ് നിങ്ങൾ വിഭാവനം ചെയ്യുന്നത്? എന്ത് രീതിയിലുള്ള ഒരു ഭരണമാറ്റമാണ് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ഈ പ്രതിപക്ഷം അവതരിപ്പിക്കുന്നത്? ഇത് ഇന്ന് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോടോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു വളരെ ദാരുണമായ ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ്. കാര്യം ഇതൊരു ജനായത്ത സംവിധാനത്തിൽ ഒരു കാരണവശാലും ഭൂഷണമല്ല. ഇപ്പൊ അതൊരു BJPക്കാരൻ പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും ദുർബലമായ ഒരു പ്രതിപക്ഷം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തെ തന്നെ ദോഷമായി ബാധിക്കും എന്ന് നല്ല ആത്മാർത്ഥമായ ഭരണകക്ഷി നേതാക്കന്മാരുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഈ നടന്നൊരു സംഗതി. ഇപ്പോ നമുക്കൊരു രോഗം വരുന്നത് സ്വാഭാവികമായിട്ടും രോഗാണുവിന്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് നമ്മളുടെ പ്രതിരോധം കുറയുമ്പോഴാണ് രോഗാണു നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത്. അല്ലെ? എന്ന് പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ കഴിഞ്ഞ ഈ കുറെ ഈ ഡിലിമിറ്റേഷൻ ബില്ലും വനിതാ സംവരണ ബില്ലും ഇത് രണ്ടും കണക്ട് ചെയ്തുകൊണ്ടുവന്ന ബില്ല് ദയനീയമായി പരാജയപ്പെട്ടു. ആ പരാജയം ഒരു പരിസ്ഥിതി മുൻകൂട്ടി കണ്ടിരുന്നതുമാണ്. പക്ഷെ അതിനുശേഷം അവർ വളരെ ഒരു വ്യക്തമായ ഒരു ധാരണയോട് ഒരു തീരുമാനമെടുത്തു. ഈ പാർലമെന്റിൽ അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് വരുമ്പോൾ ചില ബില്ലുകൾ പാസ്സാക്കി എടുക്കണം. അത് ഈ വനിതാ സംവരണ ബില്ല് മാത്രമായിരിക്കരുത്. കാരണം ഇനി അത് ഒരു രണ്ടും കൽപ്പിച്ചുള്ള ഒരു ഇറക്കമാണ് നമ്മൾ BJPയുടെ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പിളർപ്പിന്റെ ഒരു സ്വഭാവം, പൊതു സ്വഭാവം നോക്കുക. എല്ലാം 2-3 പിളർപ്പാണ്. ആം ആദ്മി പാർട്ടി എടുത്ത് നോക്കുക, 9 MP അങ്ങോട്ട് പോയി. അല്ലെ? പശ്ചിമ ബംഗാളിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രതിപക്ഷം എന്നുള്ളത് പേരിന് മാത്രമേ ഉള്ളൂ. അല്ലെ? തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസിന് എതിരായിട്ട് നിൽക്കുന്ന, അല്ലെ, അത് ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ 60 MLA ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്നു. അത് ബാനർജി അതിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതേ പാർട്ടിയുടെ പാർലമെന്റ് അംഗങ്ങളിലേക്ക് വരുമ്പോഴോ
28 അംഗങ്ങള് 20 അംഗങ്ങള് NCPI എന്ന പാർട്ടി പോകുന്നു. അത് NDA ബ്ലോക്കിനോട് ചേരുന്നു. ആലോചിച്ച് നോക്കണം. തൃണമൂൽ MPമാർ പിന്നെ BJPയുടെ അല്ലെങ്കിൽ NDA പിന്നെ പക്ഷത്തേക്ക് മാറുന്നു. അപ്പോ അവിടെയും മൂന്നിൽ രണ്ടാണ് പിളർപ്പ് വന്നിരിക്കുന്നത്. അതെ. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 അംഗങ്ങളുള്ള ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയ പാർട്ടി, അതിൽ 6 പേര് ഷിൻഡയുടെ പക്ഷത്തേക്ക് കയറുന്നു. അവിടെയും മൂന്നിൽ രണ്ട് പിളർപ്പ് വരുന്നു. അതെ. ഇനി ഉത്തർപ്രദേശിലും അവിടുത്തെ SPB മന്ത്രിയും വേറെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, രണ്ടുപേരും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇവിടെ പിന്നെ ഉത്തർപ്രദേശിലും പിന്നെ ഇവിടെ SP പിളർപ്പിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമുക്ക് ചെറിയൊരു സംശയമുള്ളത്. കാരണം ഈ അഖിലേഷ് യാദവ് ഈ മറ്റുള്ളവരെ പോലെ അല്ല, അത്യാവശ്യം ഈ കസർത്തും ഗുസ്തിയൊക്കെ അറിയാവുന്ന കക്ഷിയാണ്. അപ്പൊ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമുക്കത് തീർത്ത് പറയാൻ പറ്റുന്നില്ല UPയിലും SP പിളറില്ല. പിളറി കാണുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, മൂന്നിൽ രണ്ട് പിളർപ്പായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഈ NDA പക്ഷത്തേക്ക് മാറുന്ന MPമാരുടെ എണ്ണത്തേക്ക് നോക്കുക, ആ പിളർപ്പിന്റെ സ്വഭാവം നോക്കുക. ഒരു പാർട്ടി തന്നെ പിളർന്ന് സംസ്ഥാനത്ത് അതിന്റെ പിന്നെ പേരന്റ് പാർട്ടിയുടെ പേരോടുകൂടി നിൽക്കുകയും അതേ പാർട്ടിയുടെ MPമാർ തലസ്ഥാനത്ത് ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ലയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ പ്രതിഭാസങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, ഈ ഒരു രീതിയിൽ കാണുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ നമ്മൾ കാണുന്നത് ഈ വരുന്ന ലോക്സഭയില് ചില ബില്ലുകൾ, BJP പ്രഖ്യാപിച്ചിട്ടുള്ള ചില ബില്ലുകൾ അത് കൊണ്ടുവരികയും അത് പാസാക്കി എടുക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് BJP വെച്ചു. അതനുസരിച്ച് നടക്കുകയും ചെയ്തു. അത് ആ പാർട്ടിയുടെ നമ്മളതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പിന്നെ തൃണമൂൽ കോൺഗ്രസ് ശക്തമായിരുന്നെങ്കിൽ ഈ ഒരു പിളർപ്പ് സാധ്യമാകുമോ? ഇല്ല. ഉദാഹരണത്തിന് AAP വളരെ ശക്തമായിരുന്നു എങ്കിൽ അത് സാധ്യമാകും. ഇത് മാത്രമല്ല, നമ്മൾ കാണേണ്ട മറ്റൊരു സംഗതി, ഈ പിളർക്കപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ വ്യക്തികളാൽ നയിച്ച പാർട്ടികളായിരുന്നു. അതെ സർ, കറക്റ്റ്. അരവിന്ദ് കേജ്രിവാൾ അല്ലെ, അതേപോലെ തന്നെ ഉദ്ധവ്, അതേപോലെ മമതാ ബാനർജി, ഇങ്ങനെ വ്യക്തികളാൽ നയിച്ച പാർട്ടികൾ. അവിടെയൊക്കെയാണ് ഈ BJP ഒരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ട് അവർ ആ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇനി പാർലമെന്റിൽ വരാൻ പോകുന്ന ബില്ല് എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പൊ പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. എന്റെ ബലമായ വിശ്വാസം ഈ വരുന്ന പാർലമെന്റിൽ ഒരുപക്ഷെ ഏക സിവിൽ കോഡ് ബില്ല് ചിലപ്പോൾ കൊണ്ടുവന്നിരിക്കും. കാരണം ഭൂരിപക്ഷം കിട്ടി പാസ്സായി കഴിഞ്ഞാൽ പാസ്സായതാണല്ലോ, അല്ലെ? രാജ്യസഭയിലും അവരുടെ അംഗസംഖ്യ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് മാത്രമാണോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും വനിതാ സംവരണ ബില്ല് കൊണ്ടുവരും, ഡീലിമിറ്റേഷൻ മണ്ഡല പുനർനിർണയം കൊണ്ടുവരും. മണ്ഡല പുനർനിർണയം പിന്നെ വനിതാ സംവരണവും മിക്കവാറും ഇപ്രാവശ്യം അത് വേർപെടുത്തിയിട്ടായിരിക്കും കൊണ്ടുവരാൻ പോവുക. മണ്ഡല പുനർനിർണയത്തിൽ ഒരു പക്ഷേങ്കിൽ പ്രതിപക്ഷത്തിന്റെ പിന്നെ ആശങ്കകൾ കൂടി തീർത്തുകൊണ്ടായിരിക്കും മണ്ഡല പുനർനിർണയം കൊണ്ടുവരിക. അതല്ല എങ്കിൽ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ തന്ത്രപരമായിട്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഈ പിന്നെ മണ്ഡല പുനർനിർണയ ബില്ലുകൾ കൊണ്ടുവരിക. അത് വലിയൊരു ആക്ഷേപത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ വനിതാ സംവരണ ബില്ലാണ്. അത് കഴിഞ്ഞാൽ ഒരു പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിവിൽ കോഡ് സംഗതി വരാൻ സാധ്യതയുണ്ട്. ഈ വനിതാ സംവരണ ബില്ല് വരുന്ന സമയത്തും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ നമ്മൾ കാണേണ്ട കാഴ്ച എന്ന് പറയുന്നത് BJP ഇതിപ്പോ 2026 ആണ്, 26 മധ്യത്തിലൂടെ കടന്നു പോവാണ്. BJPയുടെ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ടത് 2029 ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒരു തയ്യാറെടുക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷത്തേക്ക് നോക്കുക, കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇല്ല. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ കൂടെ അതും അഖിലേഷ് യാദവ് വളരെ നിശിതമായി കഴിഞ്ഞ മീറ്റിംഗിൽ വിമർശിക്കുകയുണ്ടായി. ഇനിയിപ്പം വന്ന് മമതാ ബാനർജി വന്ന് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിച്ചതുകൊണ്ട് അവർക്ക് കെട്ടിപ്പിടിച്ചതിന്റെ ഒരു സൗഹൃദം പങ്കിടാം എന്നുള്ളതല്ലാതെ രാഷ്ട്രീയമായ യാതൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം മമത ഇപ്പൊ ഒറ്റപ്പെട്ട് ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയിൽ ഏകാംഗിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതേപോലെ പിന്നെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്ന് പറയുന്നത്
ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ എന്നൊക്കെ പറയാവുന്ന സംഗതിയാണ് ഈ തമിഴ്നാട്ടിൽ കോൺഗ്രസ് കാണിച്ചത്. കാരണം അതെ അതെ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് എത്ര MP മാരെയാണ് ഒറ്റയടിക്ക് അടർത്തി മാറ്റിക്കളഞ്ഞത്. വെറും അതും DMK-യുടെ ഔദാര്യം കൊണ്ടാണ് തമിഴ്നാട്ടിൽ 5 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. എന്നിട്ട് ഒരു നെറിയുമില്ലാതെ ഒരു ഒരു യാത്ര പോലും ചോദിക്കാതെ നേരെ വന്ന് TVK പിന്തുണ കൊടുത്തു. എന്ത് സംഭവിച്ചു? ഇപ്പോ ദേശീയ തലത്തിൽ 22 MP-മാർ DMK-യുടെ ഒറ്റയടിക്കാണ് മാറുന്നത്. DMK-യും ഇപ്പൊ NDA-യുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DMK-ക്ക് NDA ആയിട്ട് കൂടാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം അവര് 1994 മുതൽ 99 വരെ വാജ്പേയി സർക്കാരിലെ അംഗങ്ങളുമായിരുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പൊ അവർക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് വന്നിരിക്കുന്നു. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറുകയാണ്. ഇപ്പൊ TVK വന്നു, അണ്ണാമലൈ വേറൊരു ഭാഗത്ത് വേറൊരു താരോദയം പോലെ, അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഒരു രാഷ്ട്രീയത്തിന്റെ അടിത്തറയോടുകൂടി അണ്ണാമലൈ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം സ്റ്റാലിൻ കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ വേറെ ഒരു അണികളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ മകന് പോലും പറ്റുന്നില്ല. അപ്പോ അത്തരമൊരു സാഹചര്യത്തിൽ DMK-യുടെ നിലനിൽപ്പിന്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയോട് ചേർന്ന് നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ നേട്ടങ്ങൾ അവർ കാണുന്നുണ്ട്. അപ്പൊ ഈ രീതി നിരവധി കേസുകൾ സ്റ്റാലിനുണ്ട് അല്ല സാർ? സ്റ്റാലിന് നിരവധി കേസുകളുണ്ട്. പിന്നെ തമിഴ്നാടിന്റെ ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതി നടന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ സ്റ്റാലിന്റെ ഈ കഴിഞ്ഞ 5 വർഷം എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് ഒട്ടേറെ കേസുകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ നോക്കുക. രാഹുൽ ഗാന്ധി സാർ, ഒരു കാര്യം കൂടെ, നമ്മൾ ജാർഖണ്ഡ് രാജ്യസഭയിൽ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് പോയി, മധ്യപ്രദേശിലെ സീറ്റ് പോയി, രാജ്യസഭയിൽ അപ്പോൾ കിട്ടാൻ പ്രതീക്ഷ ഉണ്ടായിരുന്ന അതെല്ലാം തന്നെ പോയി. അപ്പോൾ ഇവർക്ക് എന്ത് ധാർമ്മികതയാണ് ഇവരെ കൂടൊപ്പം നിൽക്കുന്ന ഈ MLA-മാർക്കൊക്കെ ഉള്ളത്? 28 പേരുണ്ടായിരുന്നത്, പിന്നെ 24 പേരെ NDA-ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഇതാ വോട്ട് മറിച്ച് ജാർഖണ്ഡിൽ പോയിരിക്കുന്നു. അപ്പോൾ എന്ത് രാഷ്ട്രീയമാണ് സാർ ഇവർക്കുള്ളത്? അല്ല, അതാ പറഞ്ഞത്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിശ്വാസത്തിൽ ഒരു വലിയ പ്രശ്നമാണ്. ഒരു നേതാവിലുണ്ടാവുന്ന ഒരു വിശ്വാസ്യത, അവിടെയാണല്ലോ ലീഡർഷിപ്പ് വരുന്നത്. ആ ലീഡർഷിപ്പ് ഈ പറഞ്ഞതുപോലെ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഈ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ മല്ലികാർജുൻ ഖാർഗെക്ക് പകരം ശശി തരൂരിനെ ആയിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്സ് മാറുമായിരുന്നു. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി മാറുമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ BJP ആകെ പേടിച്ചൊരു സംഗതി അത് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഈ ശശി തരൂരിനെ പിടിച്ചിട്ട് ഈ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമോ എന്നുള്ള പേടി. ഇതേ ഇക്വേഷൻ മതിയായിരുന്നു. ഖാർഗെക്ക് പകരം ശശി തരൂർ ആയിരുന്നു എങ്കിൽ ഇന്ന് BJPക്ക് ശക്തമായ ഒരു ബദലോ, ഒരു പക്ഷെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കാവുന്ന അവസ്ഥയിലേക്ക് പ്രതിപക്ഷത്തിനെ കൊണ്ടുപോകാൻ പോലും ശശി തരൂരിന് കഴിയുമായിരുന്നു. അപ്പം 2024 തെരഞ്ഞെടുപ്പ് ശശി തരൂർ വേഴ്സസ് അല്ലെങ്കിൽ മോദി വേഴ്സസ് ശശി തരൂർ എന്ന രീതിയിലാകുമായിരുന്നു. അപ്പോ അത്ര പോലും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളോ, ജനങ്ങളുടെ താല്പര്യവുമായിട്ട് എങ്ങനെ ഈ പ്രസ്ഥാനത്തെ ബന്ധിപ്പിക്കണം എന്നുള്ള ചിന്തയൊന്നുമില്ലാതെ വെറും വ്യക്തിപരമായ താല്പര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അതിൽ മുഖ്യമായ പങ്കുവഹിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള KC വേണുഗോപാലാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം അദ്ദേഹത്തിന്റെ ഉപദേശം, ഈ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യയെ പോലൊരു മഹാരാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഒരു പാർട്ടിയുടെ പൈതൃകം പേരിനെങ്കിലും പിന്തുടരുന്ന പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയെ ഉപദേശിക്കുന്നത് KC വേണുഗോപാലാണ്, അല്ലേ? ഈ മല്ലികാർജുൻ ഖാർഗെ സാർ പറഞ്ഞ പോലെ മല്ലികാർജുൻ ഖാർഗെക്ക് തീർത്തും പരാജയമാണ്, അല്ലേ സാർ? മല്ലികാർജുൻ ഖാർഗെക്ക് തീർത്തും പരാജയമാണ്. കാരണം മല്ലികാർജുൻ ഒരു പ്രസിഡന്റ് വേണം, അതിനുവേണ്ടി മല്ലികാർജുൻ ഖാർഗെ വയ്ക്കുന്നു. പക്ഷെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലേ? തീർച്ചയായിട്ടും. മല്ലികാർജുൻ ഖാർഗെക്ക് വെറും ആലങ്കാരികമായ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പോ രാഹുൽ ഗാന്ധി ഇപ്പം ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ രാമചന്ദ്ര ഗുഹ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ഒരു വെക്കേഷൻ ഏർപ്പാട് മാത്രമാണ് ഈ രാഷ്ട്രീയം എന്ന്. ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു ടീഷർട്ടും എടുത്ത് ഏതെങ്കിലും രാജ്യത്തേക്ക് പോവുക, മുങ്ങി നടക്കുക, പിന്നെ എവിടെയെങ്കിലും രംഗപ്രവേശം ചെയ്യുക, ചില ഫാക്ടറികളൊക്കെ പോയി സന്ദർശിക്കുക, ചില പോസ്റ്റ് ഇടുക, അവിടെ പോയിട്ട് പ്രസ്ഥാനം നടത്തുക, തിരിച്ച് വെക്കേഷനെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വരിക, നാട്ടിൽ വന്നിട്ട് പിന്നെ
ഈ മോദിയെ തെരുവിളിക്കുന്നത് കൊണ്ടോ മോദിയെ കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ മാത്രം ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവർക്ക് അവരുടെ ഒരു പദ്ധതികൾ വേണ്ടേ? ഇപ്പൊ തന്നെ മോദിയെ ആക്രമിക്കുന്ന രീതികൾ നോക്കുക. ഇപ്പൊ ലോകം മുഴുവൻ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ സാമ്പത്തിക പ്രതിസന്ധികളാണ് നേരിടുന്നത്. എണ്ണയുടെ വില ചൈനയിൽ കൂടി, മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം കൂടി, അമേരിക്കയിൽ വമ്പൻ രീതിയിൽ കൂടി, ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പൊ പോലും നമ്മുടെ അവിടെ ഇത്രേ കൂടിയിട്ടുള്ളൂ. അതൊക്കെ ചില യാഥാർത്ഥ്യങ്ങളാണ്. ഗ്യാസ് നമുക്ക് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ബുക്ക് ചെയ്യുന്നതിനും മറ്റും. പക്ഷെ പ്രതിസന്ധിയിലേക്ക് വന്നിട്ടില്ല ഗാർഹിക ഗ്യാസ്. അതേപോലെ തന്നെ കൊമേഴ്സ്യൽ ഗ്യാസിന്റെ കാര്യത്തിലാണ് ഒരു കുറച്ച് ദൗർലഭ്യം വന്നിട്ടുള്ളത്. കാര്യം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രതിസന്ധി ഇല്ലാതെ ഇന്ത്യ പിടിച്ചു നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇത് മോദിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം ജനങ്ങൾ വിശ്വസിക്കും? തീർച്ചയായും ചില സമയങ്ങളിൽ നമ്മൾ ശത്രുവിനെ ആക്രമിക്കേണ്ട സമയത്ത് ആക്രമിക്കണം. പക്ഷെ ആ ശത്രുവിനെ ആക്രമിക്കാനുള്ള ആയുധവും അതിന്റെ സാഹചര്യവും ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഇപ്പൊ ഉദാഹരണത്തിന് ഹോർമൂസ് കടലിടുക്കിലെ കപ്പലില് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 നാവികർ മരിച്ചു. പെട്ടെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ താല്പര്യമല്ല നോക്കാം. അതേസമയത്ത് ശശി തരൂരിന്റെ പ്രസ്ഥാനം വന്നു, അമേരിക്ക ചെയ്ത് അങ്ങേയറ്റം അപലപനീയമാണ്, അമേരിക്ക ഒരു അനുശോചനം പോലും പ്രകടിപ്പിക്കാതെ ശരിയല്ല എന്നുണ്ട്. അവിടെ ഈ ശശി തരൂർ രാഷ്ട്രത്തോട് ചേർന്നിട്ടാണ് പ്രതികരിച്ചത്. മറിച്ച് ആ അവസരത്തെ ആ 3 നാവികർ മരിക്കാനുണ്ടായ കാരണം പോലും മോദിയുടെ കുഴപ്പം കൊണ്ടാണെന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തി അപഹാസ്യനാവുകയായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പൊ ഈ രീതിയിൽ അപഹാസ്യതയുടെ ഒരു പ്രതിരൂപമായിട്ട് ഈ രാഹുൽ ഗാന്ധി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദാരുണമായ ചിത്രം. വളരെ സങ്കടമാണ് അത് കാണുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ ഒരു ദൗർബല്യമാണ്. ഒട്ടേറെ വിഷയങ്ങളെ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് വരേണ്ട ഒട്ടേറെ വിഷയങ്ങൾ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷം വേണ്ടേ? അല്ലെ സാർ, ഒരു പ്രതിപക്ഷം വേണമല്ലോ. അവിടെയാണല്ലോ എത്രയോ പ്രശ്നങ്ങൾ ഈ രാജ്യത്തിന് നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എത്ര നമ്മുടെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലേ? നമ്മുടെ രാജ്യത്തിന് എത്രയോ പ്രശ്നങ്ങളുണ്ട്. അവയിൽ എന്തെല്ലാം നമുക്കത് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക കാർഷിക മേഖലയുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അത് പഠിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ സാധനം. അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയും ഗവൺമെന്റിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോഴാണ് ജനങ്ങൾക്കൊരു വിശ്വാസം വരികയും, എന്നാൽ നമുക്ക് വീണ്ടും ഈ ഒരു സർക്കാരിനെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിക്കുകയും ആ ഗവൺമെന്റ് അധികാരത്തിലേക്ക് ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഒരു പ്രതിപക്ഷം പേരിന് പോലും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് വെറും ഒരു ഔദ്യോഗികമായി മാത്രം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിച്ചു. അതിൽ നമ്മുടെ കെ സി വേണുഗോപാലിന്റെ ഉപദേശവും നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയും. ഏതായാലും സാർ, ഒരു വളരെ വലിയ വിഷയമാണ്. നമ്മുടെ ചുരുങ്ങിയ സമയത്തിനിടയിൽ തൽക്കാലം നമുക്ക് നിർത്താം, തുടർന്നും ഇരിക്കാം. നന്ദി. താങ്ക് യു സാർ.